കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അതായത് പലപ്പോഴും ഭർത്താക്കന്മാർക്ക് എതിരെയായിട്ട് ഭാര്യയോ ഭാര്യയുടെ വീട്ടുകാരോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തെളിവ് അല്ലെങ്കിൽ എവിഡൻസ് സ്റ്റേജ് വരുമ്പോൾ നിങ്ങളുടെ സാക്ഷി പട്ടികയിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെയോ ഭർത്താവിൻ്റെ ബന്ധുക്കളെയോ കൂടാതെ ഈ കേസിന് ഏറ്റവും അധികം സഹായിക്കുക ഭാര്യയുടെ അച്ഛൻ, ഭാര്യയുടെ അമ്മ, ഭാര്യയുടെ മറ്റു ബന്ധുക്കളെ അതായത് ഭർത്താവിൻ്റെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തുമ്പോഴാണ്. അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാര്യയുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെയുള്ള ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി നമ്മൾ അവരെ ചോദ്യം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്വർണ്ണ കേസ് ആണെന്നുണ്ടെങ്കിലും മറ്റ് DV കേസുകളാണ് എന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവർ സാക്ഷ്യപ്പട്ടികയിൽ ഉൾപ്പെടുത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ കള്ളത്തരം പൊളിയും എന്നുള്ള ഭയം കാരണം കൊണ്ട് ഒരു പക്ഷേ ഭാര്യയുടെ അച്ഛനോ ഭാര്യയുടെ അമ്മയോ അല്ലെങ്കിൽ ഈ കേസിലെ മർമ്മപ്രധാനമായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി പറയണോ, അയ്യോ എനിക്ക് വയ്യ, കിടപ്പ് രോഗിയാണ്, കോടതിയിലേക്ക് വരാനായിട്ട് വയ്യ എന്നാണ് അവർ എതിർഭാഗം കോടതിയിൽ പറയണത് എന്ന് വിചാരിക്കുക. പേടിക്കേണ്ട ആവശ്യമില്ല. അതിനും നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. ഉടൻ തന്നെ കോടതിയോട് നമ്മൾ പറയുക, അഡ്വക്കേറ്റ് കമ്മീഷനെ ഈ വ്യക്തിക്ക് വയ്യ എന്നുള്ള കാരണം കൊണ്ട് കോടതിയിൽ വെച്ചിട്ട് വിചാരണ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അഡ്വക്കേറ്റ് കമ്മീഷനെ ഈ കിടപ്പ് രോഗിയായ വ്യക്തി എവിടെയാണോ കിടക്കുന്നത് അവിടെ പോയി വിചാരണ ചെയ്യുവാനായിട്ടുള്ള പെർമിഷൻ വാങ്ങിത്തരണം എന്ന് പറയാം. തീർച്ചയായും കോടതിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് പെർമിഷൻ കിട്ടും. അങ്ങനെ പെർമിഷൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോടതി ഈ പറയുന്ന അഡ്വക്കേറ്റ് കമ്മീഷനെയും കൊണ്ട് നമ്മൾ കാറുളിക്കുക, നേരെ ചെല്ലുക, അവിടെ വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരാം. അത് നമുക്ക് ഈ കേസിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും ഭർത്താക്കന്മാർ സൈഡിലുള്ള ആൾക്കാരേക്കാളും കൂടുതൽ ഏറ്റവും നല്ലത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ സാക്ഷി പട്ടികയിൽ പെടുത്തുക എന്നുള്ളതാണ്. കാരണം അവരായിരിക്കും നിങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ അലിഗേഷൻസ് പറഞ്ഞിട്ടുണ്ടാവുക. 498 പോലുള്ള കേസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പല ആൾക്കാരും നിങ്ങൾക്കൊരു സാക്ഷി പറഞ്ഞിട്ടുണ്ടാവും. ഇവന്മാരൊക്കെയും നമ്മൾ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തി വിശദമായി ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സത്യമായി തന്നെ പുറത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള ചിലവ് ആദ്യം എടുക്കുന്നതായിട്ട് വരും, ഭർത്താവ് എടുക്കേണ്ടതായിട്ട് വരും. കാരണം ആവശ്യം നമ്മുടെയാണ് എന്നുള്ളത്. അപ്പോൾ 100-110 പവൻ്റെ വ്യാജ സ്വർണ്ണ കേസുകളിൽ പെട്ട് കാശ് കളയുന്നതിനേക്കാളും ഭേദമാണ് ഒരു 5,000-10,000 രൂപ ചിലവാക്കിയിട്ട് ഇതുപോലുള്ള സൂത്രപ്പണികൾ ഒപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സത്യസന്ധരായിട്ടുള്ള ഭർത്താക്കന്മാർക്ക് അവരുടെ കേസുകൾ വിജയിപ്പിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ആ കേസ് മൊത്തം നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.